ഹായ് വ്യൂവേഴ്സ്, പുതുമയും ക്വാളിറ്റിയും തേടിയുള്ള ക്വാളിറ്റി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വീട്ടിൽ വളർത്തുന്ന പടവലൻ എൻ്റെ ഒരു വീഡിയോ, വേലി തന്ന വിളവ് എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തവർ ദയവേത് അതിൽ കയറി കാണുക, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ്. നമ്മുടെ പടവലത്തിൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ലൈവായിട്ട് എടുത്ത് പാചകം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മൾ മലക്കറിയിൽ നിന്ന് കിട്ടിയ ഒരു വിത്ത് ഉപയോഗിച്ചാണ് ഈ പടവലത്തിൻ്റെ ഇതിട്ടത്. അപ്പം നമ്മൾ ഏതാണ്ട് ഒരു മാസം കൊണ്ട്, ഒരു 1.5 മാസം കൊണ്ട് ഇത് ഇത്രയും ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, വേര് തന്ന വിളവ് എന്ന് പറയുന്ന വീഡിയോ. അപ്പം അതിനുശേഷം എന്താ നമ്മൾ ചീര, വെണ്ട, വഴുതന, കുമ്പളം, പിന്നെ ചീരയുണ്ട്, പിന്നെ വഴുതനയുണ്ട്, മുളക്, ഇതെല്ലാം വച്ചിട്ടുണ്ട്. ഇപ്പോൾ വച്ചാൽ ഓണത്തിന് നല്ലൊരു ജൈവസമൃദ്ധമായ ഒരു സദ്യയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഓണത്തിന് നമ്മൾ പുറത്തു നിന്ന് വാങ്ങാതെ ജൈവസമൃദ്ധമായ നമ്മുടെ വീട്ടിൻ്റെ മതിലിന് ഉൾപ്പെടെയുള്ള സ്ഥലത്താണ് ഇതെല്ലാം കൃഷി ചെയ്യുന്നത്. മുളക്, ചീര, പിന്നെ വഴുതന, വെണ്ട, കുമ്പളം എന്ന് വേണ്ട എല്ലാം ഇതിപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ പോയ വിഷാംശമുള്ളതാണ്. അപ്പോൾ നമ്മൾ വലിയ ഒരു വീഡിയോ ഒന്നും അല്ല എങ്കിൽ പോലും നമുക്ക് സ്വന്തമായി ലൈവായിട്ട് പടവലം ഉപയോഗിച്ച് നമുക്കൊരു തോരൻ എല്ലാവർക്കും അറിയാം, അത് വലിയൊരു വിശേഷമുള്ള വീഡിയോ ഒന്നുമല്ല. പക്ഷേ ലൈവായിട്ട് നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടി ഒരു വിഷാംശവും ഇല്ലാതെ ഇതിനെ പാചകം ചെയ്ത് കഴിക്കുക എന്നുള്ളത് തന്നെയാണ് മാനസികമായ സന്തോഷം കിട്ടുന്ന ഒരു നിമിഷം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. എല്ലാവരും ഇതുപോലൊരു കൃഷി രീതികൾ വീട്ടിൽ തന്നെ നമ്മൾക്ക് കിട്ടുന്ന അളവിൽ അല്ലെങ്കിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മളിന്ന് പടവലത്തിൻ്റെ ഒരു തോരനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് വേറെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഓണത്തിന് ഒരു ജൈവസമൃദ്ധമായ സദ്യയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് പുറത്തു നിന്ന് വാങ്ങാതെ നമ്മളുടെ വീട്ടുവളപ്പിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ഓണത്തിനെ വരവേൽക്കാനുള്ള ഒരു എൻട്രി വീഡിയോ കൂടിയാണ്. അപ്പം നേരെ നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഇത് വെച്ച് നമ്മളൊരു തോരനാണ് ഉദ്ദേശിക്കുന്നത്, വിഷാംശമില്ലാത്ത പടവലം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തോരൻ. അപ്പോൾ നമ്മൾ പടവലം തോരന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളെല്ലാം റെഡിയാണ്. നമ്മൾ നേരത്തെ എടുത്ത പടവലം കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തേങ്ങ, ആവശ്യത്തിന് തേങ്ങ, കടുകും, പിന്നെ ഇത് പയറും, പിന്നെ ഉപ്പുണ്ട്, 1 ടീസ്പൂൺ മുളക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഉപ്പ്, കടുകും, പയറും, പിന്നെ തേങ്ങയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ എണ്ണ ഒഴിച്ചു കഴിഞ്ഞു. ആദ്യം കടുകൊന്ന് വെക്കാം. ഉഴുന്ന് പയറും കടുക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പടവലം തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ചൂടോടുകൂടി തന്നെ എടുക്കാം. അപ്പം നമ്മുടെ ഫ്രഷായിട്ടുള്ള നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുത്ത പടവലം, ചെറുപയർ, കടുക്, മഞ്ഞൾപ്പൊടി, തേങ്ങ ഇതെല്ലാം ഇട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. നേരെ അതിൻ്റെ സ്വാദ് നോക്കാം. ബ്രില്യൻ്റായിട്ടുണ്ട്. ഒരു സന്തോഷമാണ്. കാരണം സ്വന്തമായിട്ട് ഉണ്ടാക്കിയ, നമ്മൾ പുറത്തു നിന്ന് വാങ്ങാതെ സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഇവർ വിഷാംശമൊന്നും ഇല്ലാത്ത പുതിയൊരു പടവലൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.
വീണ്ടും പുതുമയുള്ള ഒരു ആശയമായി കാണുന്നവർ എല്ലാവർക്കും